ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാജ്യമ്മയുടെ അടുത്തോട്ട് ഷാരിയെ കൂട്ടി പോവാണ് കേട്ടോ. ഈ സമയം ഷാരിക്ക് നല്ല പേടിയുണ്ട്. ഇതേ സമയം രാജ്യമ്മ പറയുന്നുണ്ട്, മോളെ നീ പേടിക്കണ്ട, ഞാൻ കണ്ണ് നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ നല്ല ഭീതി ഷാരിയുടെ മുഖത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, പേടിക്കണ്ട, ഇത് രാജ്യമ്മയല്ലേ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. അങ്ങനെ ശാരദാമ്മ ആ വഴിയൊക്കെ ഒന്ന് ചുറ്റിപ്പറ്റി നടക്കുമ്പോഴായിരിക്കും രോഹിത് അവിടെ കിടക്കുന്നത് കാണും കേട്ടോ. അപ്പോൾ രോഹിത് ആണെന്ന് ശാരദാമ്മക്ക് മനസ്സിലാവില്ല. കാരണം രോഹിത്തിൻ്റെ മുഖത്ത് നിറച്ച് പച്ചില മരുന്ന് കൊണ്ട് കെട്ടിയത് കൊണ്ട് തന്നെ അത് രോഹിത്താണെന്ന് ശാരദാമ്മക്ക് മനസ്സിലായില്ല കേട്ടോ. ഇതേ സമയം ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, ഈ മരുന്നുകളൊക്കെ എങ്ങനെ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ രാജ്യമ്മക്ക് ദേഷ്യം പിടിക്കുകയാണ്. നിങ്ങൾക്ക് അത്ര വിശ്വാസമില്ലെങ്കിൽ നിങ്ങളങ്ങ് കൊണ്ടുപോയിക്കോളൂ എന്നുള്ള അർത്ഥത്തിൽ രാജ്യമ്മ അങ്ങ് പറയാൻ കേട്ടോ. എന്നിട്ട് പവിഴത്തിനോട് പറയും, മോളെ ഇന്ന മരുന്നുകൾ നീ പറിച്ചു കൊണ്ടുവരണമെന്ന് പവിഴത്തിനോട് പറയാൻ കേട്ടോ. പിന്നീട് രാജീവാണ് കാണിക്കുന്നത്. രാജീവ് കുടിച്ച് വെളിവൊന്നും ഇല്ലാതെ രാജീവ് ശ്യാമയുടെ വീട്ടിലോട്ട് വരികയാണ്. അങ്ങനെ ശ്യാമക്ക് മനസ്സിലായി രാജീവ് കുടിച്ചിട്ടാണ് വരുന്നതെന്ന് പറയാണ്. രാജീവ് സാറോ എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കുകയാണ്. ഈ സമയം ശ്യാമ പറയും, അകത്തോട്ട് വാ രാജീവ് സാർ എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല, ഞാൻ ക്ഷണം സ്വീകരിക്കാൻ വന്നതല്ല, ഞാൻ കെട്ടിയ ഒരു പെണ്ണ് ഇവിടെ ഉണ്ടല്ലോ, എൻ്റെ താലി അവളുടെ കഴുത്തിൽ വീണിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവൾക്ക് എന്താ ആപത്ത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടോ, ആ വിവരം തിരക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ ശ്യാമ ഷാരിയുടെ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴും വലിയൊരു ഇതില്ല. എന്നിട്ട് അവൾ എവിടെ, ഏത് ഹോസ്പിറ്റലാണ് കിടക്കുന്നത് എന്ന് രാജീവ് ചോദിക്കുമ്പോൾ ശ്യാമ പറയും, ഹോസ്പിറ്റലല്ല, അടിവാരത്ത് ഇന്നൊരാളുടെ വീട്ടിലാണ് എന്ന് പറയുമ്പോൾ, അടിവാരത്താ, അതെന്താ പച്ചമരുന്നാ എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുമ്പോൾ, അങ്ങനെ പുച്ഛിക്കേണ്ട, ശരീരച്ചിൻ്റെ ജീവ അത്ര അപകടമാണ്, അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് പറയുമ്പോഴും രാജീവിന് അത്ര വലിയ വിലയില്ല കേട്ടോ. എന്നിട്ട് രാജീവിനോട് പറയും, രാജീവ് സാർ അങ്ങോട്ട് പോകണ്ട, ഇപ്പോൾ ശരീരച്ചിൻ്റെ ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ല, രാജീവ് സാറിനോട് നല്ല ദേഷ്യത്തിലാണെന്ന് പറയുമ്പോൾ അവിടെ ശ്യാമയോട് പറയും, അല്ലെങ്കിലും ഇപ്പോൾ എൻ്റെ അവസ്ഥ അങ്ങനെയാണല്ലോ എന്ന് രാജീവും പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ രാജീവ് സാർ കയറി പോവലേ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ കൂട്ടാക്കുന്നില്ല കേട്ടോ. അങ്ങനെ നടന്നു പോകുമ്പോഴൊക്കെ ഇങ്ങനെ വീഴാൻ പോകുന്നുണ്ട് കേട്ടോ. ഈ സമയം സത്യാമ്മയാണ് കാണിക്കുന്നത്. സത്യാമ്മ പ്രീതി ആ വീഴ്ചയ്ക്ക് ആ ഒരു CCTV ദൃശ്യത്തിൽ കണ്ടപ്പോൾ സത്യാമ്മക്ക് വല്ലാതെ ഉള്ളു പെടഞ്ഞു കേട്ടോ. തൻ്റെ മകളുടെ അടുത്തോട്ട് ചെല്ലണം, തൻ്റെ മകളുടെ ഡ്രസ്സൊക്കെ ഷീറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് തൻ്റെ മകളുടെ ആ ഷെൽഫ് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ പ്രീതിയുടെ റൂമിൽ നിന്ന് കുഞ്ഞിൻ്റെ ഒരു ഡ്രസ്സ് കിട്ടാണ് കേട്ടോ. പ്രീതിയുടെ ബാഗിൽ നിന്ന്. അപ്പോൾ ഇത് കാണുമ്പോൾ സത്യാമ്മക്ക് ഒരുപാട് സങ്കടമാവാണ്. ആ കുഞ്ഞിനെ ലാളിക്കുന്നതും കൊഞ്ചിക്കുന്നതൊക്കെ സത്യാമ്മയുടെ മുന്നിൽ കിടന്ന് കളിക്കാണ്. എന്നാലും തനിക്കതൊന്നും പറയാൻ നിവർത്തിയില്ല. അങ്ങനെ തൻ്റെ സങ്കടം ഇങ്ങനെ പ്രീതിയോട് വന്ന് പറയാണ് കേട്ടോ. ഇതൊക്കെ അർജുൻ കേൾക്കാണ്. അങ്ങനെ അർജുൻ മാറി നിൽക്കുകയാണ്. പിന്നീട് സത്യാമ്മയുടെ പറച്ചിലൊക്കെ കഴിഞ്ഞതിന് ശേഷം അർജുൻ വന്നിട്ട് പറയും, സത്യാമ്മ എന്ന് പറഞ്ഞിട്ട് കൈകളങ്ങ് പിടിച്ചിട്ട്, അന്ന് ഈ പഞ്ചകൈലാസത്തിലോട്ട് ഞാനും എൻ്റെ പ്രീതിയും കൂടി പോകുമ്പോൾ അന്നത്തെ ആ രസകരമായ കാഴ്ച ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ആ ദിവസങ്ങളൊക്കെ വീണ്ടും തിരികെ വന്നെങ്കിൽ എന്ന് തോന്നുന്നു. എന്ത് ചെയ്യാൻ, എൻ്റെ കുഞ്ഞിനെ പിരിഞ്ഞിരിക്കുന്നത് എനിക്കും സങ്കടമുണ്ട്, പക്ഷേ ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ. എന്തായാലും പ്രീതി എനിക്കും സത്യാമ്മ, ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് അറിയണമല്ലോ എന്നൊക്കെ ഇങ്ങനെ സത്യാമ്മയോട് പറയുമ്പോൾ സത്യാമ്മ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. തൻ്റെ മകളെ ഇങ്ങനെ കണ്ണീരോട് കൂടി നോക്കുകയാണ്. ഇതേ സമയം സുസ്മിതയാണ് കാണിക്കുന്നത്. സുസ്മിത താഴത്തോട്ട് വന്നു നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച ശ്രീരഞ്ജിന് തൻ്റെ മുന്നിലോട്ട് വീണ്ടും വന്നിരിക്കുന്നു. അങ്ങനെ ഈ കമ്മീഷണർ എന്തിനാണിപ്പോൾ എൻ്റെ മുന്നിലോട്ട് വീണ്ടും വന്നിരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ രഞ്ജിനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്താ നീ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് രഞ്ജിനി ചോദിക്കുമ്പോൾ, ഒന്നുമില്ല എന്ന് പറയണം. നീ ഇപ്പോൾ മനസ്സിൽ ചിന്തിച്ചത് ഇവരെന്തിനാണ് വീണ്ടും വന്നിരിക്കുന്നത് എന്നല്ലേ നീ ഇപ്പോൾ ചിന്തിച്ചതെന്ന് പറയുമ്പോൾ, ഇവർക്ക് എങ്ങനെ എത്ര പെട്ടെന്ന് എൻ്റെ മനസ്സ് പിടികിട്ടി എന്നുള്ള ഭാവത്തിൽ വീണ്ടും സുസ്മിത ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, ഞാനിപ്പോൾ 24 മണിക്കൂറും ഈ കേസിൻ്റെ പിറകെ തന്നെയാണ്. കാരണം ഈ ഒരു കേസോട് കൂടി എൻ്റെ ജോലി പോകുന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കേസിൻ്റെ പിറകെ നടന്നേ പറ്റുള്ളൂ എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ സുസ്മിത ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് പറയും, സുസ്മിത, ഞാനിപ്പോൾ നിന്നോട് സംസാരിക്കാനാണ് വന്നത്. ഞാൻ നാർക്കോ ടെസ്റ്റ് എന്നല്ലായിരുന്നു നിന്നോട് പറഞ്ഞിരുന്നത്. നിനക്കൊരു ഓഫർ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ നുണപരിശോധനയാക്കാം, ഏതാ വേണ്ടതെന്ന് നീ തീരുമാനിക്കുമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ സുസ്മിത ഇനി എന്താണ് വേണ്ടത് എന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ട്. എന്തായാലും സുസ്മിത ഇനി നുണപരിശോധന മതി എന്ന് ചന്ദ്രൻ ചിറ്റപ്പനോട് ചോദിച്ചിട്ടായിരിക്കും കേട്ടോ സുസ്മിത അതിന് മറുപടി പറയാൻ പോകുന്നത്. അങ്ങനെ ചന്ദ്രൻ ചിറ്റപ്പന് സുസ്മിത വിളിക്കും. അപ്പോൾ ചന്ദ്രൻ ചിറ്റപ്പൻ പറയും, പേടിക്കേണ്ടതില്ല, നുണപരിശോധന പേടിക്കാനില്ല, നിന്റെ വായിൽ നിന്നും ഒരു സത്യവും പോവില്ല, നിന്നെ എനിക്ക് നേരിട്ട് കാണണം, നീ എന്തായാലും ഒന്ന് അവരോട് പറഞ്ഞേക്ക്, ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞേക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രീരഞ്ജിനി ചോദിക്കുമ്പോൾ തന്നെ എനിക്കൊന്ന് ആലോചിക്കണം, ഞാൻ ഒരാൾക്ക് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഈ നുണപരിശോധനയ്ക്ക് ഇനി തയ്യാറാവുകയാണ്. പക്ഷേ അവിടെ ചന്ദ്രൻ ചിറ്റപ്പൻ സുസ്മിതയെ സഹായിക്കുകയും ഈ നുണപരിശോധനയിൽ ഒന്നും തന്നെ സുസ്മിത പറയില്ല. പക്ഷേ അത് പറയാതിരിക്കാൻ ഒരു കാരണമുണ്ട്. സുസ്മിത ഒരു മരുന്ന് കഴിച്ചിട്ടുണ്ടാവും. ഈ ചന്ദ്രൻ ചിറ്റപ്പൻ ഹാർട്ട് ബീറ്റും പ്രഷറും ഒക്കെ ലോ ആവാൻ വേണ്ടി
വേണ്ടിയിട്ട് ഒക്കെ വേരിയേഷനൊക്കെ കാണിക്കും ഈ നുണപരിശോധന നടത്തുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം സുസ്മിതക്ക് ഒന്നും തന്നെ പറയാൻ കഴിയില്ല. എല്ലാം ബ്ലാങ്ക് ആയിരിക്കും. അന്ന് നടന്ന കാര്യങ്ങൾ മാത്രമാണ് സുസ്മിതയുടെ തലയിലുണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നുണപരിശോധനയും ഒന്നും വരികയില്ല. അങ്ങനെ വിജയിച്ചു എന്ന് കരുതിയ സുസ്മിത പുറത്തോട്ട് ഇറങ്ങുമ്പോഴായിരിക്കും സുസ്മിതക്ക് ഒരു 1.5 പടി കിട്ടാൻ പോകുന്നത്. അതിനെക്കുറിച്ചൊക്കെ റിവ്യൂ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കേട്ട് നോക്കിക്കോളൂ കേട്ടോ.